നമസ്കാരം. ഇന്ത്യ ഇസ്രയേൽ ബന്ധം ശക്തമാകുന്നതിൽ പാകിസ്ഥാന്റെ നെഞ്ചിടിപ്പേറുകയാണ്. കാരണം തീവ്രവാദത്തെ വെച്ച് പൊറുപ്പിക്കില്ല എന്ന ഇന്ത്യയുടെ നിലപാടിനൊപ്പം നിൽക്കുകയാണ് ഇസ്രയേൽ. ഇതോടെയാണ് തീവ്രവാദത്തിന് എന്നും വെള്ളവും വളവും നൽകി പരിപോഷിപ്പിക്കുന്ന പാകിസ്ഥാൻ ആകെ വെട്ടിലായിരിക്കുന്നത്. പറഞ്ഞു വരുന്നത്, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇസ്രയേൽ സന്ദർശിക്കുന്നത് ഇസ്ലാമിക തീവ്രവാദി സംഘങ്ങൾക്ക് കനത്ത തിരിച്ചടിയാകും. അതായത് മോദിയുടെ സന്ദർശനത്തിന് മുന്നോടിയായി ഇസ്ലാമിക തീവ്രവാദത്തെ ചെറുക്കുന്നതിനായി 6 കക്ഷികളുടെ സഖ്യം രൂപീകരിക്കാൻ ഇസ്രയേൽ ഇന്ത്യയോട് നിർദ്ദേശിച്ചിരുന്നു. നെതന്യാഹുവിന്റെ അഭിപ്രായത്തിൽ പശ്ചിമേഷ്യയിലും പരിസരങ്ങളിലുമുള്ള രാജ്യങ്ങളുടെ 6 കക്ഷി സഖ്യമാണിത്. ഇന്ത്യ, ഗ്രീസ്, സൈപ്രസ്, പേരിടാത്ത മറ്റ് ചില അറബ്, ആഫ്രിക്കൻ, ഏഷ്യൻ രാജ്യങ്ങൾ എന്നിവയാണ് സഖ്യത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. കണക്ടിവിറ്റി പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ സാമ്പത്തിക വളർച്ച ത്വരിതപ്പെടുത്താൻ ലക്ഷ്യമിടുന്ന ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് എക്കണോമിക് കോറിഡോർ ആശയത്തിന് സമാനമായിരിക്കും ഈ സഖ്യം. ആഫ്രിക്കൻ, അറബ് രാജ്യങ്ങൾക്കൊപ്പം ഇന്ത്യയും ഈ 6 സഖ്യകക്ഷികളുടെയും സഖ്യത്തിൽ ചേരണമെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കിയിരുന്നു. കൂടാതെ ഇന്ത്യ ഇസ്രായേലുമായി ഒരു കരാറിൽ ഏർപ്പെടാൻ പോവുകയാണ് എന്നും പ്രതിരോധ വിദഗ്ധർ സൂചന നൽകുന്നുണ്ട്. ഇത് യാഥാർത്ഥ്യമായാൽ പാകിസ്ഥാന് ഒരു വലിയ അടിയായിരിക്കും. ഓപ്പറേഷൻ സിന്ധൂരിൽ ഇന്ത്യ ഇസ്രായേൽ പ്രതിരോധ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിരവധി പാകിസ്ഥാൻ ലക്ഷ്യങ്ങൾ നശിപ്പിച്ചിരുന്നു. അതേസമയം പ്രധാനമന്ത്രിയുടെ ഈ സന്ദർശനത്തിന് മുമ്പ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു മോദിയെ പ്രിയ സുഹൃത്ത് എന്നാണ് വിശേഷിപ്പിച്ചത്. ഇരു രാജ്യങ്ങൾക്കും ഇടയിൽ വളർന്നു വരുന്ന തന്ത്രപരമായ ഒത്തുചേരലിനെ കുറിച്ചാണ് നെതന്യാഹു സംസാരിക്കുകയും ചെയ്തിരുന്നു. 2 ആഗോള നേതാക്കൾ തമ്മിലുള്ള ശക്തമായ സഖ്യമായി ഈ ബന്ധത്തെ വിശേഷിപ്പിച്ചിരുന്നു നെതന്യാഹു. ഇസ്രയേലും ഇന്ത്യയും നവീകരണം, സുരക്ഷ, പങ്കിട്ട തന്ത്രപരമായ കാഴ്ചപ്പാട് എന്നിവയിൽ പങ്കാളികളാണ് എന്നും അദ്ദേഹം പറഞ്ഞു. ഇതിനു പുറമെ പശ്ചിമേഷ്യയിലേക്കുള്ളിലോ ചുറ്റുപാടോ ഒരു സമഗ്രമായ സംവിധാനം, അടിസ്ഥാനപരമായി ഒരു 6 പാർട്ടി സഖ്യം കെട്ടിപ്പടുക്കുക എന്നതാണ് തന്റെ ദർശനമെന്നാണ് നെതന്യാഹു പറഞ്ഞത്. ഇസ്ലാമിക് റാഡിക്കൽ ഘടകങ്ങളെ നേരിടുന്നതിൽ യാഥാർത്ഥ്യങ്ങൾ, വെല്ലുവിളികൾ, ലക്ഷ്യങ്ങൾ എന്നിവയിൽ യോജിക്കുന്ന രാഷ്ട്രങ്ങളുടെ ഒരു സംഘം സൃഷ്ടിക്കുക എന്നതാണ് തങ്ങളുടെ ലക്ഷ്യം. അത് തീവ്ര ഷിയ ഘടകമായാലും അല്ലെങ്കിൽ ഉയർന്നു വരുന്ന തീവ്ര സുന്നി ധ്രുവമായാലും അവരെ നേരിടാൻ തക്കമായിരിക്കുമെന്നാണ് നെതന്യാഹു വ്യക്തമായിരിക്കുന്നത്. എന്തായാലും ഇന്ത്യ ഇസ്രയേൽ ബന്ധം ഒന്നുകൂടി ശക്തമാവുക എന്നതാണ് ഇതിന് വ്യക്തമായ സൂചന നൽകുന്നത്. എന്തായാലും ഈ ബന്ധത്തിൽ ശക്തമാകുന്നതിൽ ആകെ നെഞ്ചിടിപ്പേറുന്നത് പാകിസ്ഥാന് മാത്രമാണ്. കാരണം തീവ്രവാദ ബന്ധത്തെ നഖശികാന്തം എതിർക്കുന്നവരാണ് ഇന്ത്യയും ഇസ്രായേലും. അവർ തമ്മിൽ ഒന്നു ചേരുമ്പോൾ എന്തുകൊണ്ടും അത് പാകിസ്ഥാന്റെ നെഞ്ചിടിപ്പ് ഏറുകയാണ്.